എനിക്ക് ആ ക്ലെയിം പ്രത്യേകിച്ച് എക്സ്ട്രോർഡിനറി ആയിട്ട് തോന്നി. കാരണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ 25 ഇമ്പോർട്ടന്റ് മെസ്സഞ്ചേഴ്സിനെ പറ്റി പറയുന്നത്, 25 ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇതില് തന്നെ ഇതിൽ തന്നെ നമുക്ക് മാക്സ് ടു മാക്സ് കുറച്ച് നബിമാരെ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് കിട്ടിയാൽ കിട്ടി എന്നുള്ളതാണ്. ബാക്കിയുള്ളത് മൊത്തം നമ്മള് ഇത് ഇപ്പോ ഫോർ എക്സാമ്പിൾ ബാക്കി ഇതേപോലെ എത്ര മതങ്ങളുണ്ട്. അപ്പൊ ആ മതങ്ങളില് അവർക്കും ഇതേ ന്യായം ഇട്ടൂടെ? ഞങ്ങളുടെ ദൈവം എന്തിന് ഇതിനൊക്കെ എല്ലാത്തിനും തെളിവ് തരണം, ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ വിശ്വസിച്ചൂടെ? ഇപ്പോ ഒരു ഫോർ എക്സാമ്പിൾ ഒരു സൊറാസ്ട്രിയനിസം അതിലുള്ള ഒരാള്, അയാൾ പറയാണ്, ഞാൻ വന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങളുടെ സൊറാസ്ട്രി ശരിക്കും ഉണ്ടായതാണോ, അയാൾക്ക് അഹൂറ മതത്തിന്റെ നിന്ന് ഇങ്ങനെ ഒരു വഹി കിട്ടിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞാല് ഇതിനെന്താണ് ചരിത്രപരമായിട്ട് എങ്ങനെയൊക്കെ ഉണ്ട് ചോദിച്ചാൽ ആൾക്ക് ഇതേപോലെ പറയാം, എന്തിന് ഞങ്ങളുടെ അഹൂറ മതത്തെ തരണം, എന്തിന്? കാരണം ഇത്രയും അധികം ഹബീബി, ഞങ്ങൾ ദൈവവിശ്വാസം കൃത്യമായിട്ട് ഡിസ്റ്റിങ്ഷൻ നടത്തിയിരുന്നു. ഇസ്ലാം ശരിയാണ് എന്നതിന്റെ തെളിവാണോ നിങ്ങൾ ചോദിക്കുന്നത്, അതല്ല മുമ്പ് മോണത്തിസം പ്രൊസീഡ് ചെയ്തുകൊണ്ടുള്ള തെളിവാണോ നിങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളത്. ഇസ്ലാം ശരിയാണെന്നുള്ള തെളിവാണെങ്കിൽ നിങ്ങളുടെ ചോദ്യം ന്യായമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞത് മോണത്തിസം പ്രൊസീഡ് ചെയ്യുന്നത് കാണിക്കേണ്ട കാര്യമൊന്നും ബേസിക്കലി ഇല്ല. അതിന് മോണോത്തിസം പ്രൊസീഡ് ചെയ്യുന്നില്ലെങ്കിൽ ഇസ്ലാമിന്റെ ക്ലെയിംസ് തന്നെ ഫോൾസ് ആയി അവിടെ തിരിച്ചു പറ്റുമല്ലോ. അതായത് ഇസ്ലാം ശരിയാണെന്ന് വന്നു കഴിഞ്ഞാൽ മോണത്തിസം ശരിയാണെന്ന് വരുമല്ലോ. ഞാനിവിടെ പൊളിറ്റീസം കൊണ്ടുവന്ന തന്നെ കാരണം അങ്ങനെ നോക്കുമ്പോ ഇവിടെ ഇസ്ലാമിന്റെ ക്ലെയിംസിനെയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ചോദ്യം ചെയ്യുന്നില്ല എന്ന് മാത്രമേ താങ്കൾ തന്നെ പറഞ്ഞു, കുറച്ച് അസംഷൻസ് മാത്രമാണ് ഉള്ളത്. അതല്ലാതെ അതിനെ കോൺട്രാക്ട് ചെയ്യുന്ന എന്തെങ്കിലും തെളിവ് വേണം നിങ്ങൾ പറയും. എന്ത് തെളിവാണ് ഉണ്ടാവുക എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയും ഇല്ല. താങ്കൾ ഇപ്പൊ പറയുന്നത് താങ്കൾക്ക് ഒരു കുറച്ച് പോയിന്റ്സ് ഉണ്ട്, താങ്കളെ സ്ട്രൈക്ക് ചെയ്ത് കുറച്ച് പോയിന്റ്സ് ഉണ്ട്. നൂഹ് നബി ഇന്ന സ്ഥലത്ത് ഇന്ന കാലഘട്ടത്തിൽ ഇന്ന രൂപത്തിൽ ജീവിച്ചു എന്ന് ഖുറാനിൽ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഇത് താങ്കൾക്ക് മാത്രം തോന്നുന്ന കുറച്ച് കാര്യം. ഇതേപോലെ എന്നോട് മുമ്പ് സംസാരിച്ച വേറൊരാൾ പറഞ്ഞിരുന്നത് മനുഷ്യന് വേണ്ടിയാണല്ലോ ഈ ഖുർആൻ. അപ്പൊ ഈ ഖുർആനില് പിന്നെ ഹൃദയത്തിന് 4 ചേംബറാണ് എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുമായിരുന്നു എന്ന് പറഞ്ഞ വേറൊരു ഫ്രണ്ട് എനിക്ക് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്തായാലും കുറെ കാലം കഴിയുമ്പോൾ റോബോട്ടിക്സ് ഒക്കെ വരുമല്ലോ, റോബോട്ടിക്സിനെ കുറിച്ച് ഒരു ആയത്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ വിശ്വസിക്കുമായിരുന്നു എന്ന് പറഞ്ഞ ആൾ. ഇങ്ങനെ ഓരോരുത്തർക്കും പലതും തോന്നും. അതെല്ലാം ഖുർആനിൽ ഉണ്ടാവണം നിർബന്ധമില്ല. അവിടെയാണ് പറയുന്നത് ഇസ്ലാം ശരിയാണ് എന്നുള്ളതിന് തെളിവ് വേണം എന്നായിരുന്നു നിങ്ങളുടെ വാദം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ, അത് നമുക്ക് തെളിയിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അതിനുള്ള തെളിവുകൾ ഒരുപാടുണ്ട്. അല്ലാതെ നിങ്ങളെ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം തന്നെ വേണം എന്ന് പറയുമ്പോഴത്താണ് പ്രശ്നം. നിങ്ങൾ പറയുന്നത് വെച്ചാല് ഖുറാനിന്റെ കൂടെ ഒരു അപ്പൻഡിക്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സൈക്കോളജിക്കൽ ആന്ത്രപ്പോളജിക്കൽ സ്റ്റഡീസ് കൂടി അറ്റാച്ച് ചെയ്തിട്ട് ഖുറാൻ ഇറക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. അത് നിങ്ങൾക്ക് മാത്രമുള്ള ഒരു സാധനമാണ്. വേറെ പല ആളുകൾക്കും വേറെ പല പോയിന്റ്സ് ആണ്. അവിടെയാണ് പറയുന്നത് ഖുർആൻ എല്ലാം അടങ്ങുന്ന അല്ലെങ്കിൽ എല്ലാത്തിനും ഈ എംപിരിക്കൽ തെളിവുകൾ പറയാനുള്ള ഒരു ഗ്രന്ഥമല്ല, മറിച്ച് അതിൽ പറഞ്ഞ പല കാര്യങ്ങളെയും വെരിഫൈ ചെയ്ത് പിന്നീട് അത് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് അതിന്റെ ദൈവികതയെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്ന രൂപത്തിൽ പലതും വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പറയുന്ന ഒറ്റ പോയിന്റ് തന്നെ അത് തന്നെ അതേ രൂപത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന രൂപത്തിൽ വേണമെന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടി ബാലിശ്യമായ ഒരു ക്ലെയിം ആണ് എന്നുള്ളത് നിങ്ങൾ ഈ ഒരു ചർച്ച ഒന്നുകൂടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഷാഹുല് അല്ല, ഞാൻ കുറെ നേരമായിട്ട് ഈ ചർച്ച കേട്ടോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇനി മനസ്സിലാകാത്ത ഒരു കാര്യത്തിൽ നമ്മൾ എവിഡൻസ് ചോദിക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്, അതിന്റെ നേച്ചറിനനുസരിച്ചിട്ടുള്ള എവിഡൻസുകളാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ടും മോണോത്തിസം എന്ന് പറയുന്നത് ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മസ്തിഷ്കപരമായിട്ടുള്ള ഒരു ഐഡിയ ആണ്, അല്ലെങ്കിൽ ഒരു ഐഡിയോളജിയാണ്. അപ്പോൾ അങ്ങനെ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു മസ്തിഷ്ക നിലപാടിന് ഒരിക്കലും തന്നെ നമ്മൾ എന്തെങ്കിലും മണ്ണിലൊക്കെ എവിഡൻസ് കിട്ടുന്ന പോലുള്ള ഒരു ഫോസിലീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു എവിഡൻസ് നമുക്ക് ഒരിക്കലും അതിനെ എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം ഈ റിട്ടേൺ എവിഡൻസ് എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളും പറയുമ്പോൾ അതൊക്കെ ഫോസിലീകരിക്കപ്പെട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോ നമ്മൾ ഒരു കാര്യത്തിന് എന്തിനു വേണ്ടിയിട്ടാണോ എവിഡൻസ് ചോദിക്കുന്നത് അതിന്റെ നേച്ചറിനനുസരിച്ചിട്ടാണ് നമ്മളത് ചോദിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു എവിഡൻസ് ചോദിക്കുമ്പോൾ തന്നെ ഇദ്ദേഹം ആദ്യം ഇവിടെ പറഞ്ഞു തരണം എന്ത് ടൈപ്പ് ഓഫ് എവിഡൻസ് ആണ് അദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരണം. എന്നിട്ട് മാത്രമാണ് പിന്നെ അതുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ച അവിടെ നിലനിൽക്കുന്നുള്ളൂ. അതിനുള്ള എവിഡൻസ് ഉണ്ട്, അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് സംസാരിക്കാം. അതേസമയം താങ്കൾ എന്ത് തരത്തിലുള്ള എവിഡൻസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഒന്ന് പറഞ്ഞു തന്നാൽ അത് കുറച്ചുകൂടെ ഒന്ന് എളുപ്പമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇപ്പൊ റിട്ടേൺ സോഴ്സസ് ആയാലും ഇതില് ഇപ്പോ ഫോർ എക്സാമ്പിൾ എല്ലാം കൺസിസ്റ്റന്റ് ആണ്. അത് ഫോർ എക്സാമ്പിൾ ഒരു റിട്ടേൺ സോഴ്സ് കുറെ റിട്ടേൺ സോഴ്സസ് പ്രയർ ടു പോളിത്തിയസം ഉണ്ടെന്ന് വെച്ചോ, അല്ലെങ്കിൽ പ്രയർ ടു പോളിത്തിയസ്റ്റിക് ടെക്സ്റ്റ്, ആ ടെക്സ്റ്റ് എന്നുള്ള രീതിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് പ്ലോസിബിൾ ആയിട്ട് എടുക്കും. പക്ഷെ നമ്മള് ഒരു എവല്യൂഷണറി രീതിക്കാണ് ചരിത്രം പഠിക്കുമ്പോൾ കാണുന്നത്. ഇപ്പോ ഈ പോളിത്തിയസ്റ്റിക് ചോദിച്ചതിനുള്ള ഉത്തരം കിട്ടുന്നില്ല. അതായത് എന്ത് തരത്തിലുള്ള എവിഡൻസ് ആണ് താങ്കൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ടെക്സ്റ്റുവൽ ആണോ? ഫോർ എക്സാമ്പിൾ ഇപ്പോ ക്ലിയർ ടാബ്ലറ്റ്സിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു സംഭവം, അല്ലെങ്കിൽ ഒരു സൊസൈറ്റി മൊത്തം
മോണിത്യസ്റ്റിക് ആവുമ്പോ അല്ല അതിനുള്ള അല്ല ഒരു ടാബ്ലറ്റിന്റെ പേര് പറയും. പിന്നെ ഒരു ഈ അന്ന് വരെ ഇരുന്ന സമൂഹം മുഴുവൻ പോളിതീസ്റ്റുകൾ മാത്രമായിരുന്നു എന്നുള്ളതിനുള്ള ഒരു എവിഡൻസ് പറയും. ഒരു എവിഡൻസ് പറയുന്നു. അതില്ല സാബി, അതില്ല. സോറി, അങ്ങനെ ഒരു എവിഡൻസ് പറയും. ഇപ്പൊ താങ്കൾ പറയുന്നല്ലോ ഇവിടെ പോളിതീസ്റ്റിക് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടായിരുന്നു. ഇപ്പൊ പോളിതീസം എന്ന് പറയുന്നത് ഇങ്ങനെ ഡോമിനന്റ് ആയിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാനുള്ള കാരണം അതിന്റെ നേച്ചർ എങ്ങനെയാണ്. കാരണം അതിന് വിഗ്രഹങ്ങൾ ഉണ്ടാകും, രൂപങ്ങൾ ഉണ്ടാകും, അതിന് പിന്നെ ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള, ഇല്ലെങ്കിൽ ഇപ്പൊ താങ്കൾ ഈ പറഞ്ഞ റിട്ടൺ ടെക്സ്റ്റ് എന്നൊക്കെ പറയുന്നത് അത് എന്തെങ്കിലും ആചാരത്തിന്റെയോ മറ്റോ ഒക്കെ ഭാഗമായിട്ട് തന്നെ അങ്ങനെ ഇപ്പോ ഈ നമ്മുടെ ഈ ഈജിപ്തോളജിയുടെ ഒക്കെ ഭാഗമായിട്ട് നമ്മളത് വായിക്കാറുണ്ട്. പക്ഷെ അത് രേഖപ്പെടുത്തപ്പെടുന്നത് തന്നെ ചരിത്രപരമായി അവരുടെ ഈ മതവിശ്വാസങ്ങളുടെ ഭാഗമായിട്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുതരം ആചാരപരമായിട്ട് എഴുതപ്പെടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അതിന് ആ രൂപത്തിൽ എവിഡൻസ് ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മതത്തിന് വിഗ്രഹങ്ങൾ പിന്നീട് എവിഡൻസ് ഉണ്ടാകും. എന്നാൽ മസ്തിഷ്കത്തിനകത്ത് ആശയപരമായി പ്രവർത്തിക്കുന്ന ഒരു ഐഡിയോളജിക്ക് ഒരിക്കലും ആ രൂപത്തിലുള്ള എവിഡൻസ് ഉണ്ടാവില്ല. ഇത് കോമൺ സെൻസ് അല്ലേ? എന്തുകൊണ്ട് ഇപ്പൊ ഞാൻ താങ്കളുടെ അടുത്ത് ചോദിക്കാണ്, ഒരു പിന്നെ 4 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യന് ഒന്നും കൂട്ടിയാൽ 2 എന്ന് അറിയാമായിരുന്നു എന്നുള്ളതിന്റെ തെളിവ് താങ്കൾ തരുന്നു ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾ എങ്ങനെ പറയാൻ കഴിയും? താങ്കൾക്ക് ഒന്നില്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി എന്ന് പറയാൻ കഴിയും, അതല്ലെങ്കിൽ വേറെ എങ്ങനെയെങ്കിലും കാണിക്കാവുന്നല്ലാതെ മസ്തിഷ്കത്തിനകത്ത് നടക്കുന്ന ആശയങ്ങളെ എടുത്തുകൊണ്ടുവന്നിട്ട് അതാണ് എവിഡൻസ് എന്ന് കാണിച്ചു തരാൻ കഴിയില്ലല്ലോ. അപ്പൊ ഓരോ കാര്യത്തിനും അതിന്റെ നേച്ചറിനനുസരിച്ചുള്ള എവിഡൻസുകളെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. ഇവിടെ മോണോതീസം എന്ന് പറയുന്നത് മസ്തിഷ്കത്തിനകത്തുള്ള ഒരു ഐഡിയയാണ്, ആശയമാണ്, ആദർശമാണ്. ആദർശങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഫോഴ്സിൽ ഉണ്ടാവില്ല എന്നുള്ളത് കോമൺ സെൻസ് അല്ലേ സഹോദര? ആണ്, അത് ഞാൻ സമ്മതിച്ചു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മോണോതിയസത്തിന് എങ്ങനെയാണ് അവസാനം? ഓക്കെ, നിങ്ങൾ പറയട്ടെ, അത് എന്നും ആശയം പോലെ നിന്നിരുന്നെങ്കിൽ, എവിടെ എഴുതപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ സൊസൈറ്റി ഉണ്ടാവോ? എന്താ ഉണ്ടാവാത് എന്ന് മാത്രമല്ല എവിഡൻസ് ഇല്ല നിങ്ങളുടെ അടുത്ത് ആരാന്ന് പറഞ്ഞത്. കാരണം അല്ലല്ല, ഇപ്പൊ നിങ്ങൾ പറയട്ടെ, ജീസസിനെ പറ്റി ഒന്നും എഴുതിയിട്ടില്ല, ആരും ഒന്നും എഴുതിയിട്ടില്ല. ജീസസ് എന്നുള്ള ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. പറ്റില്ലല്ലോ. അപ്പൊ ജീസസിനെ എങ്ങനെയാണ് നമ്മൾ വെരിഫൈ ആക്കുന്നത്? അല്ല, നിങ്ങൾ ഞാൻ ചോദിച്ചതിന് ഓക്കെ വെയിറ്റ് ആക്കൂ. ഇപ്പൊ മുഹമ്മദ് നബി എന്ന് പറഞ്ഞൊരു നബി ഇവിടെ ഉള്ളത്. ഞാൻ ഈ ക്ലെയിം കംപ്ലീറ്റ് നിങ്ങൾ പറയും അപ്പൊ കാലഘട്ടം വേറെ ആണെന്നൊക്കെ പറയും. ഓക്കെ, ഒരു മിനിറ്റ്. കാരണം വെറുതെ ഈ പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് വെറുതെ സമയം കളയുന്നല്ലാതെ താങ്കൾ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നു, വലിച്ചുകൊണ്ട് പോകുന്നു എന്നല്ലാതെ ചോദിക്കുന്ന ഒരു കാര്യത്തിന് നേരെ ഉത്തരം പറയുന്നില്ല. പിന്നെ താങ്കൾ കുറെ നേരമായിട്ട് ഒരു മിനിറ്റ് ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. പിന്നെ അതായത് താങ്കൾ കുറെ നേരമായിട്ട് എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എവിഡൻസ് ഇല്ലാത്തത് കൊണ്ടല്ല, അതേസമയം നിങ്ങൾക്ക് എന്ത് എവിഡൻസ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയെങ്കിലും ആമുഖമായിട്ട് പറഞ്ഞത്. ഇനി എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിഡൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ കാര്യത്തിനും അതിന്റെ നേച്ചറിനനുസരിച്ചിട്ടുള്ള എവിഡൻസുകളെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുക. മോണോതീസം എന്ന് പറയുന്നത് ദൈവം ഏകനാണ് എന്നുള്ളത് ആശയപരമാണ്, ആദർശപരമാണ്. അതെവിടെയാണ് ഉണ്ടാവുക? മനുഷ്യന്റെ മസ്തിഷ്കത്തിലാണ് ഉണ്ടാവുക. ഇനി മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യന്റെ സൃഷ്ടിപ്പിനകത്ത്, മനുഷ്യന്റെ സൈക്കോളജിക്കകത്ത് അങ്ങനെയുള്ള ഒരു ആശയമുണ്ടോ, ആദർശമുണ്ടോ എന്നുള്ളതാണ് നമുക്ക് പഠിക്കാൻ കഴിയുക. അങ്ങനെ പഠിക്കുന്നുണ്ടെങ്കിൽ ഇന്നുള്ള മനുഷ്യനെ, പിന്നെ നമ്മൾ ഒരു വേറെ സ്പീഷീസ് ഒന്നും അല്ലല്ലോ, അല്ലെങ്കിൽ വേറെ പുതിയൊരു അന്യഗ്രഹ ജീവിയായിട്ട് വന്നൊന്നും അല്ലല്ലോ. പിന്നെ ഈ 500, 1000, 2000, 2 ലക്ഷമോ വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യന്റെ അതേ ജനിതകവും മസ്തിഷ്കവും ഒക്കെ തന്നെയാണല്ലോ നമ്മൾ ഈ രംഗത്ത് കൃത്യമായിട്ട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഒലിവർ പെട്രോവിച്ചിന്റെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിന്റെ കീഴിൽ നടത്തിയിട്ടുള്ള ഒരു പഠനമുണ്ട്. അപ്പൊ അത് 5 വയസ്സിനും 7 വയസ്സിനും ഒക്കെ ഇടയിൽ പ്രായമുള്ള ജാപ്പനീസ് പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന, UK പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ നടത്തിയിട്ടുള്ള പഠനം. അപ്പൊ ആ പഠനം പറയുന്നത് എന്താണ് എന്നുണ്ടെങ്കിൽ, ഈ കാണുന്ന ഭൗതിക ലോകത്തെയും ഈ പ്രപഞ്ചത്തെയും എല്ലാം കാണിച്ചു കൊടുക്കുമ്പോൾ ആ സ്വഭാവത്തിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ അതിന് വിശദീകരിക്കുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള, അഭൗതികമായിട്ടുള്ള ഒരു സൃഷ്ടാവിൽ നിന്നാണ് ഈ പ്രപഞ്ചവും പ്രകൃതിയും ഇങ്ങനെ സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ പ്രപഞ്ചത്തിനും പ്രകൃതിക്കും ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞ വ്യത്യസ്ത നാഗരികതകളിൽ വളരുന്ന കുഞ്ഞുങ്ങളെല്ലാം ഒരുപോലെ നൽകുന്ന മറുപടി എന്നാണ് ആ പഠനം പറയുന്നത്. എന്ന് മാത്രമല്ല, വളരെ എത്തീസ്റ്റിക് ആയിട്ടുള്ള, ദൈവരഹിതമായിട്ടുള്ള സാമൂഹ്യ ചുറ്റുപാടുകളിൽ വളരുന്ന കുഞ്ഞുങ്ങൾ പോലും ദൈവം എന്നുള്ള ആശയത്തെ സ്വയമേ തന്നെ മനസ്സിലാക്കുകയും സ്വയമേ തന്നെ അതിനെ സംബന്ധിച്ച് പറയുന്നു എന്നുള്ള പഠനമുണ്ട്. അപ്പൊ ഇത് പറയുന്നുണ്ടെങ്കിൽ ആശയപരമായിട്ട്, മസ്തിഷ്കപരമായിട്ട്, മനുഷ്യന്റെ സൈക്കോളജിക്കലായിട്ട് മനുഷ്യനിൽ ഉള്ളടങ്ങിയിട്ടുള്ള ഒന്നാണ്. അപ്പൊ ഇന്ന് അങ്ങനെ ഉള്ളടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്നലെയും മനുഷ്യന്റെ ആദിമകാലം മുതലും ഇത് അവനിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും തന്നെ ഇങ്ങനെ മനുഷ്യർ സ്വതവേ പറയുന്നത് 10,000 ദൈവം ഉണ്ടെന്നോ, അല്ലെങ്കിൽ ദൈവം 1 ആണ്, 3 ആണ്, അല്ലെങ്കിൽ 3 കൂടി 1 ആണ്, അങ്ങനെയുള്ള
വൈരുദ്ധ്യങ്ങളൊന്നും പറയാതെ മനുഷ്യരെല്ലാവരും ഈ പറഞ്ഞ പിന്നെ പഠനങ്ങളെല്ലാം തെളിയിക്കുന്നത് മനുഷ്യർ ഈ കാണുന്ന പ്രപഞ്ചത്തിനെല്ലാം ഒരു ഏകദൈവമുണ്ട് എന്നുള്ള ആശയത്തിൽ തന്നെയാണ് പറയുന്നത് എന്നുള്ളതാണ്. പിന്നെ ബഹുദൈവത്വത്തിന് തെളിവുണ്ട്, പിന്നെ അതിന് ചരിത്രപരമായിട്ടുള്ള തെളിവുണ്ട് എന്ന് പറയുന്നതും ഫാൾസാണ്. കാരണം പിന്നെ ഈ പറയുന്ന ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പിന്നെ ഡോക്ടർ ബാർട്ട് ഒക്കെ പഠനങ്ങൾ, ഹൗ ജീസസ് ബിക്കേം ഗോഡ്, ആദ്യത്തിൽ ഏകദൈവത്വം പ്രചരിപ്പിച്ചിരുന്ന ആശയമായിരുന്നു ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. പിന്നീട് അതിനകത്ത് ഹീറോയിക് ഫിഗേഴ്സ് ആയിട്ടുള്ള ആളെ ദൈവമായി സങ്കല്പിക്കാനുള്ള ഒരു ത്വര മനുഷ്യനിലുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ദൈവമായി കൺസിഡർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റു വേദഗ്രന്ഥങ്ങളിലൂടെ, ഹൈന്ദവ ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ദൈവം ഏകമാകുന്നു എന്നുള്ള ആശയം കാണാൻ കഴിയും. അത് ജൂയിഷ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും, പഴയ പുസ്തകത്തിലും പുതിയ പുസ്തകത്തിലും, അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഹൈന്ദവ ഗ്രന്ഥങ്ങളിലും എല്ലാം കാണാൻ കഴിയും. അപ്പോൾ ഇത് വളരെ വ്യക്തമാണ്. മനുഷ്യൻ പിന്നീട് കൈകടത്തപ്പെട്ട് മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വിധേയമായിട്ടാണ് ഇത്തരം അനേക ദൈവ സിദ്ധാന്തങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത്. അതല്ലാതെ സ്വയമേ തന്നെ മനുഷ്യൻ ഏകനായ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് സൈക്കോളജി പറയുന്നത്. മനുഷ്യന്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള, മനുഷ്യന്റെ സാമൂഹ്യമായിട്ടുള്ള പഠനങ്ങളെല്ലാം തെളിയിക്കുന്നത്. അത് ഞാൻ പറഞ്ഞതുപോലെ തെളിവ് എന്ന് പറഞ്ഞ ഈ രംഗത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം മനുഷ്യന്റെ പ്രകൃതം ഏകദൈവത്വത്തിലുള്ള വിശ്വാസമാണെന്ന് തെളിയിക്കാൻ മാത്രമാണ് നമുക്ക് കഴിയുക. അങ്ങനെ തെളിയിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് തെളിവുണ്ട്. സാമൂഹ്യ ശാസ്ത്രപരമായിട്ടുള്ള, മനഃശാസ്ത്രപരമായിട്ടുള്ള പഠനങ്ങളെല്ലാം അത് തെളിയിക്കുന്നുണ്ട്. ആ തെളിവുണ്ടായ പോരെ? ആ തെളിവുണ്ടായ പോരെന്നോ? കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവർക്കും പ്രകൃതിയിൽ ആ ഒരു ഇൻറ്റ്യൂഷനിലല്ല പുള്ള് ചെയ്യുന്നത്. പലർക്കും പല രീതിക്കാണ്. സോ ആ തെളിവ് മാത്രം അതൊന്നും തെളിയിച്ചേ. മതി പലർക്കും എന്നല്ലേ പല ഉള്ളൂ. രീതിക്കാണ്. എങ്ങനെ മനസ്സിലായി? എങ്ങനെ മനസ്സിലായിരുന്നു? അങ്ങനെയാണെങ്കിൽ ഇത്ര ഡിഫറൻസസ് വരില്ലല്ലോ. ഡിഫറൻസുകൾ സാമൂഹ്യ നേച്ചർ പ്ലസ് നെർച്ചർ എന്ന് കേട്ടിട്ടുണ്ടോ? നേച്ചറിന് ആ വിരുദ്ധമായിട്ട് നെർച്ചർ ചെയ്യാൻ പറ്റും നമുക്ക് ആളുകളെ, അറിയാവോ? ചെയ്യാം. വളർന്നു വരുന്ന അതൊക്കെ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യാം. ആളുകൾ മാറിക്കൂടെ? മാറും. പക്ഷെ ഇപ്പോ ഒന്നും വേണ്ട, ഞാന് പേഴ്സണൽ ആയിട്ടുള്ള സംഭവം പറയുന്നത്. ഒരാളിപ്പോ ഒരു റിലീജിയസ് ഹൗസ് ഹോൾഡില് ജനിച്ചു വളർന്നു വെച്ചോ, അയാൾക്ക് ഇതിന്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ഇത് കിട്ടാനുള്ള പ്ലോസിബിലിറ്റി ഉണ്ട്. അതില് എനിക്കൊരു പ്രശ്നമൊന്നുമില്ല. കാരണം ഞാൻ അങ്ങനത്തെ ഒരു ആളാണ്. എന്നെ സമൂഹം കൾച്ചർ വഴി അങ്ങനെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ആക്കിയതൊന്നല്ല. എനിക്ക് തന്നെ എന്റേതായ സഹോദര, രീതിയിൽ പിന്നെ ഒന്നാമത് ഇപ്പൊ നമ്മളൊരു സംവാദം അല്ലെങ്കിൽ ഈ രൂപത്തിൽ ആശയപരമായിട്ട് ഒരു തീരുമാനത്തിൽ എത്താനാണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിന് കൗണ്ടർ ചെയ്യുന്ന രൂപത്തിൽ എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ എവിഡൻസുകൾ എന്താണെന്ന് പറഞ്ഞു, അതിന്റെ നേച്ചർ എന്താണെന്ന് പറഞ്ഞു, ആ തരത്തിലുള്ള എവിഡൻസുകൾ നമുക്ക് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. അല്ല അതിനോടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറയൂ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങൾ പറഞ്ഞതിൽ ഇപ്പോ സൈക്കോളജിക്കൽ സ്റ്റഡീസ് ഉണ്ട്, അങ്ങനത്തെ സ്റ്റഡീസ് ഉണ്ട്. ഓൾറൈറ്റ്. ആൻഡ് ഇതൊക്കെ ലൈക്ക് വൺനെസ് ഓഫ് ഗോഡ് എന്നുള്ളതിനാണെങ്കിൽ എനിക്ക് ഉറപ്പില്ല. കാരണം എനിക്ക് അത് ഇതൊക്കെ ഒന്ന് വെരിഫൈ ആക്കേണ്ടി വരും. പക്ഷേ ഇനിയിപ്പോ അങ്ങനെ ആണെങ്കിലും ഇതില് നിങ്ങൾ പറയുന്ന ഈ സ്റ്റഡീസിലൊക്കെ എല്ലാവർക്കും, ലൈക്ക് ഈ ലോകത്തുള്ള എല്ലാവർക്കും ഇതേ കൺക്ലൂഷൻ കാണോ ആ നേച്ചർ എത്തിക്കുന്നതാണ് എന്റെ അതെ ചോദ്യം. അതെ അതെ, ഇതേ കൺക്ലൂഷൻ തന്നെ. ഇപ്പൊ ഉദാഹരണത്തിന് ഡോക്ടർ ജസ്റ്റിൻ ബാരറ്റിന്റെ അദ്ദേഹത്തിന്റെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന്റെ കീഴിൽ നടന്ന പഠനമുണ്ട്. അത് കേവലം ഒരു രാഷ്ട്രത്തിൽ നടക്കുന്നത്, വ്യത്യസ്തമായ 20-ലധികം രാഷ്ട്രങ്ങളിൽ സാമൂഹ്യ ചുറ്റുപാടുകളിലൊക്കെയാണ് കേന്ദ്രീകരിച്ചിട്ടാണ് ആ പഠനം നടക്കുന്നത്. അപ്പൊ ആ പഠനം എല്ലാം പറയുന്നത് മനുഷ്യരെല്ലാവരും ഒരു ഏകദൈവത്തിൽ ഒരേപോലെ സമാനമായി വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുട്ടികളിലുള്ള പിന്നെ സ്വഭാവ സവിശേഷതകളെല്ലാം വിശദീകരിച്ചുകൊണ്ട് ദി ബോൺ ബിലീവേഴ്സ് എന്നുള്ള പഠനമുണ്ട്. അത് പറയുന്നത് എല്ലാവരും ജന്മനാ തന്നെ, ജനിക്കുന്നത് തന്നെ ദൈവവിശ്വാസികളായി കൊണ്ടാടുന്നതാണ്. ഇതൊക്കെ ഇത് വൈഡ്ലി അഗ്രീഡ് ആണ്. ഇതിലൊന്നും പിന്നെ തർക്കിക്കാനല്ല. കാരണം ഇത് എല്ലാവരും അംഗീകരിക്കുന്നതാണ് മനുഷ്യന്റെ മനഃശാസ്ത്രം. അല്ല, ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയോ? വെറുതെ സ്റ്റഡി ഉണ്ടെന്ന് പറയാൻ വേണ്ടിട്ട് മാത്രല്ല. മനുഷ്യന്റെ പ്രകൃതം ഇങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ ചരിത്രം ഇങ്ങനെ തന്നെ ആയിരിക്കണം. ചരിത്രപരമായി മനുഷ്യൻ ഏകദൈവ വിശ്വാസിയാണ്. പിന്നെ അതിനപ്പുറത്തേക്ക് തെളിവൊന്നും വേണ്ട. ഇത് ഏതെങ്കിലും ഒരു കല്ലിൽ ഇങ്ങനെ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോർഡ് സ്ഥാപിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല സുഹൃത്തെ. കാരണം മനുഷ്യൻ അങ്ങനെയാണെന്ന് തെളിയിക്കാൻ മനുഷ്യന്റെ മനഃശാസ്ത്രം അങ്ങനെയാണെന്ന് തെളിയിച്ചാൽ മതി. അത് കഴിഞ്ഞല്ലോ, പിന്നെന്തുള്ളത്? ഇല്ല. കാരണം നിങ്ങളിവിടെ ഒരു സംഭവം മനസ്സിലാക്കണം. കാരണം ഇപ്പോ നിങ്ങൾ പറയണത് ഇത് ഒന്നാമത് ഇപ്പൊ ജസ്റ്റിൻ ബാരറ്റിന്റെ സ്റ്റഡി ആയി കഴിഞ്ഞാലും ഇത് ദൈവവിശ്വാസമാണോ അതോ ഒറ്റ ദൈവവിശ്വാസമാണോ എന്നുള്ളത് എനിക്ക് വെരിഫൈ ചെയ്യാനുണ്ട്. ഓൾറൈറ്റ്. ഇനിയിപ്പോ അതാണ് നിങ്ങൾ പറയുന്നു ഇത് ഇങ്ങനെയാണെങ്കിൽ എന്തായാലും ഹിസ്റ്റോറിക്കലി മറ്റേതാണ് കൂടുതൽ പ്ലോസിബിൾ എന്നുള്ളത്. ഓൾറൈറ്റ്. അപ്പോ എന്തെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ഇതില് ഫോർ എക്സാമ്പിൾ നമ്മൾ ഫസ്റ്റ് മൊണോത്തീസ് ഒക്കെ കാണുമ്പോൾ നമ്മള് സൊറാസ്ട്രിയനിസം ആണ് കാണുന്നത്. സോ ഞാൻ എന്താ പറയുന്നത് വെച്ചാല് എവിടെ കാണുന്നു, എങ്ങനെ കാണുന്നു? അത് ചരിത്രപരമായിട്ട് മെജോറിറ്റി ഓഫ് സ്കോളേഴ്സ് അഗ്രി ആക്കുന്ന ഒരു സംഭവം. ഇപ്പൊ നിങ്ങൾ
ബാർത്തമ്മനെ പറ്റി പറഞ്ഞല്ലോ. ആ ബാർത്തമ്മനോട് തന്നെ നിങ്ങൾ പോയിട്ട് ചോദിച്ചു നോക്ക്, സൊറാസ്ട്രനിസ് ആണോ അതോ ഈ ജുഡായിസ് ആണോ പഴയതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അയാൾ പറഞ്ഞുതരും ഏതാ പഴയതെന്ന്. ഏതെന്ന് പറഞ്ഞുതരും. സൊറാസ്ട്രനിസ് ആണ്. കാരണം നിങ്ങൾ നോക്കുകയാണ്, കാരണം അതെന്തായാലും എന്താ സുഹൃത്തെ, അതൊരു പേരിട്ട് വിളിക്കുന്നതല്ലേ. അതേസമയം ഐഡിയോളജിക്കലി മനുഷ്യൻ മനഃശാസ്ത്രപരമായി ഏകദൈവ വിശ്വാസിയാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ, അതിവിടെ തെളിയിച്ചു കഴിഞ്ഞു. അത് തെളിയിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ആരംഭ ദശകം മുതൽ മനുഷ്യൻ ഏകദൈവ വിശ്വാസിയാണ് എന്നാണ് ഇവിടെ തെളിയിച്ചത്. അതായത് ഓരോ കാലഘട്ടത്തിലും ഓരോ നൂറ്റാണ്ടിലും ജനിച്ച ഓരോ കുഞ്ഞുങ്ങളും, ഓരോ സമൂഹത്തിൽ ജനിച്ച ഓരോ കുഞ്ഞുങ്ങളും ഏകദൈവ വിശ്വാസികളായിക്കൊണ്ടാണ് ജനിക്കുന്നത്. മനുഷ്യന്റെ ആദിമ സമൂഹത്തിന്റെ പ്രകൃതം അതായിരിക്കണം സ്വാഭാവികമായിട്ടും. പിന്നീട് ഉണ്ടായിട്ടുള്ള, മാത്രമല്ല പിന്നീട് ഉണ്ടായിട്ടുള്ള ഏച്ചുകെട്ടലുകളാണ് ഇത് എന്നുള്ളതിനുള്ള തെളിവ് ഞാൻ പറഞ്ഞു. നമ്മളിപ്പോ ഈ ബാർട്ടൽമെന്റിന്റെ പഠനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജീസസിനെ പിന്നെ അതിലേക്ക് കോർത്തെടുക്കാണ്, പിന്നെ ഒരു എക്സ്ട്രാ എലമെന്റ് ആയിട്ട് ദൈവമാക്കപ്പെടുകയാണ് അദ്ദേഹത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് പിന്നെ ഇപ്പോ ഡൊമിനന്റ് ആയിട്ടുള്ള റിലീജിയൻസിന്റെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ. ഹിന്ദുയിസം എടുത്തു കഴിഞ്ഞാൽ ഹിന്ദു സ്ക്രിപ്റ്റേഴ്സിൽ ഗോഡ് ഈസ് വൺ എന്ന് പറയുന്ന ആശയങ്ങൾ അനവധി കാണാൻ കഴിയും. പഴയ പുസ്തകത്തിൽ കാണാൻ കഴിയും, ജൂതായി സ്ക്രിപ്റ്റേഴ്സിൽ കാണാൻ കഴിയും. ഓഫ്കോഴ്സ് ഇസ്ലാം പിന്നെ അത് തന്നെയാണ്. അപ്പൊ പിന്നെ എല്ലാ ഡോമിനന്റ് റിലിജിയൻസിലും അത് കാണുന്നു എന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ട് മനുഷ്യൻ പുതിയ ദൈവസങ്കല്പങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതിനുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള വിശദീകരണം നമുക്ക് തന്നെ കാണാൻ കഴിയും. ഇപ്പോൾ ശ്രീനാരായണ ഗുരു അദ്ദേഹം ഒരിക്കലും തന്നെ സ്വയം ദൈവമാണെന്ന് തന്നെ ആരാധിക്കണമെന്നൊന്നും പറഞ്ഞ വ്യക്തിയല്ല. അതേസമയം അദ്ദേഹത്തിന്റെ മരണശേഷം വലിയ രൂപത്തിൽ സമൂഹത്തെ സ്വാധീനിച്ച ഒരു വ്യക്തി എന്നുള്ള രൂപത്തിൽ അതിര് കടന്ന ആദരവിലൂടെ ആളുകൾ അദ്ദേഹത്തെ മഹാനാക്കി, അതിലും കവിഞ്ഞ് അദ്ദേഹത്തെ ദൈവമാക്കി. അപ്പൊ അതൊക്കെ മനുഷ്യരിലുള്ള ഒരു ആരാധനാ സ്വഭാവത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഖുഷ്ബുവിനും അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ നടനൊക്കെ, സിനിമാ നടിക്കും ഒക്കെ ആയിട്ട് ഈ അമ്പലങ്ങൾ പണിയുന്ന ആളുകളുടെ, അത് ആളുകളുടെ മാനസികാവസ്ഥ എങ്ങനെയാണെന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതെല്ലാം കൈകടത്തപ്പെടുന്നതാണ്, പിന്നീട് ഉണ്ടാക്കപ്പെടുന്നതാണ്, നിർമ്മിക്കപ്പെടുന്നതാണ് എന്നുള്ളതിന് നമ്മൾ ജീവിക്കുന്ന കാലത്ത് തന്നെ അനവധി തെളിവുകളുണ്ട്. എല്ലാ പിന്നെ ഡൊമിനന്റ് ആയിട്ടുള്ള റിലീജിയൻസ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ സ്ക്രിപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാലും ദർ ഈസ് വൺ ഗോഡ് എന്നുള്ള ആശയം അതിനകത്ത് കാണാൻ കഴിയും. ഇസ്ലാം എങ്ങനെയാണോ, ഖുർആൻ എങ്ങനെയാണോ പറഞ്ഞത്, അതേ സ്വഭാവത്തിൽ മനുഷ്യർ പിന്നീട് കൈകടത്തപ്പെടുകയാണ്. അല്ലെങ്കിൽ മനുഷ്യർ അവരുടെ ഇച്ഛകൾക്കനുസരിച്ച് ആശയങ്ങളെ വളച്ചൊടുക്കുകയാണ് ഇവിടെ എല്ലാം സംഭവിക്കുന്നത്. അപ്പൊ ഇത് ഞങ്ങൾ എന്താണോ എക്സ്പെക്ട് ചെയ്യേണ്ടത്, ഇസ്ലാം അനുസരിച്ച് ഒരു മനുഷ്യൻ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണോ കാണേണ്ടത് അതേ കാണുന്നുള്ളൂ. അതിന് മാത്രമേ തെളിവുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു എന്ത് തെളിവാ വേറെ കാണേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഒന്നും പറയാനില്ല, എന്താ എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന് പോലും പറയാനില്ല. ഞാൻ പറഞ്ഞു എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടതെന്നുള്ള അങ്ങോട്ട് പറഞ്ഞു തന്നു. മനുഷ്യന്റെ മനഃശാസ്ത്രം അതായിരിക്കണം എന്നുള്ളതാണ് കാണേണ്ടത്. മനുഷ്യന്റെ മനഃശാസ്ത്രം അങ്ങനെയാണെന്ന് നമ്മൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ദാറ്റ്സ് ഓവർ, ദ ഡിബേറ്റ് ഈസ് ഓവർ. ദെൻ വാട്ട് നെക്സ്റ്റ്? അല്ല, വെയിറ്റ് ആക്കൂ. ഇവിടെ നിങ്ങൾ പറയണു ഓക്കെ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ അതാണ് കാണേണ്ടത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഗ്രീസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ദൈവ വിശ്വാസത്തിനുള്ള എന്തെങ്കിലും തെളിവുണ്ടോ? ഓസ്ട്രേലിയ പോയാലുണ്ടോ? ചൈനയിൽ പോയാലുണ്ടോ? ജപ്പാനിൽ പോയാലുണ്ടോ? ആ കാലഘട്ടത്തിൽ നമ്മൾ വെറും മിഡിൽ ഈസ്റ്റിൽ മാത്രമേ മലയാളത്തിലല്ലേ ഈ പറയുന്നത്. ഓരോ സാധനത്തിനും അതിന്റെ നേച്ചറിനനുസരിച്ചിട്ടാണ് എവിഡൻസ് ഉണ്ടാവുക. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ഇനി ഒരു 1000 വർഷങ്ങൾ കഴിഞ്ഞു, എന്നിട്ട് കുറച്ച് അന്യഗ്രഹ ജീവികൾ കേരളത്തിലേക്ക് വരികയാണ്. അവര് തെരഞ്ഞു നോക്കി കഴിഞ്ഞാൽ ഇസ്ലാം മത വിശ്വാസത്തിനനുസരിച്ചിട്ടുള്ള തെളിവുകൾ ഉണ്ടാവൂല. അവർക്ക് എന്താ കിട്ടാന്നറിയോ? അവർക്ക് അമ്പലങ്ങൾ ഉണ്ടാകും, വിഗ്രഹങ്ങൾ ഉണ്ടാകും, ഫിസിക്കലായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാകും. അതല്ലാതെ ഗോഡ് ഈസ് വൺ എന്ന് പറയുന്നതിനുള്ള ആ രൂപത്തിലുള്ള ഒരു ആശയം കിട്ടിക്കോളന്നില്ല. സ്വാഭാവികമായിട്ടും ഡോമിനന്റ് ആയിട്ട് എന്താ കാണാ, പിന്നെ ഈ ഇന്ത്യയിലും കേരളത്തിലും മാത്രമല്ല, ലോകത്ത് എവിടെ തെരഞ്ഞു നോക്കി കഴിഞ്ഞാൽ അവർക്ക് ഡോമിനന്റ് ആയിട്ട് കാണാം ഇങ്ങനെ വിഗ്രഹങ്ങളുണ്ട്, ആരാധിക്കപ്പെട്ടിരുന്നു എന്നുള്ളതിനുള്ള ശിലകളിൽ കുത്തിവെക്കപ്പെട്ടിട്ടുള്ള ആ സാധനങ്ങൾ ഉണ്ടാവുള്ളൂ. അത് അതിന്റെ നേച്ചറാണ്. ഒരു ആശയത്തിന് നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ട ആ സ്വഭാവത്തിലുള്ളതേ ഉണ്ടാവുള്ളൂ. അപ്പൊ വെയിറ്റ് ആക്കൂ. അപ്പൊ ഞാൻ പറയട്ടെ, ഇവിടെ അറേബ്യയില് പോളിത്തീസ് ആയിരുന്നല്ലോ ഏറ്റവും കൂടുതൽ. ഓൾറൈറ്റ്. എന്നിട്ട് ഇസ്ലാമിക് മെസ്സേജ് കാരണമാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ അവിടുത്തെ ഐഡൽസും എല്ലാം കുറെ ഡിസ്ട്രോയ് ആയത്. ഓൾറൈറ്റ്. അപ്പോ ഇവിടെ ഈ പോളിത്തീസ്റ്റിക് ആയിട്ടുള്ള റിലീജിയനിലൊക്കെ അവിടെ ലെറ്റ്സ് സേ മോണോത്തീസം നിങ്ങൾ പറയുന്ന പോലെ ആ സമയത്ത് പ്രിവേലന്റ് ആയിരുന്നു. പക്ഷെ അതിനുള്ള ചരിത്രപരമായിട്ടുള്ള തെളിവില്ല, കാരണം അത് ആശയം പോലെ തന്നെയായിരുന്നു. അപ്പൊ നിങ്ങൾ പറയുന്നത് അവിടെ എന്തോ റീസൺ കൊണ്ട് പോളിത്തീസത്തിന്റെ തെളിവുകൾ മാത്രം അവിടെ ഇതായിപ്പോയി. പക്ഷെ ഇതൊന്നും അവിടെ മോണോത്തീസത്തിനുള്ള ഒരു രീതിക്കുള്ള ഒരു സംഭവം ചരിത്രമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്നാൽ ഇങ്ങനത്തെ അറേബ്യ ആയാലും മറ്റേ മിഡിൽ ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് ഇങ്ങനെ മോണോത്തീസത്തിന്റെ പല രീതിക്കുള്ള തെളിവുകൾ നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടുവന്നു. അതാണോ ഇപ്പൊ അവിടെ? കാരണം മിഡിൽ ഈസ്റ്റിലാണ് മോണോത്തീസം വരുന്നത്. അതിനുള്ള തെളിവ് മിഡിൽ ഈസ്റ്റിലുണ്ട് നമുക്ക്. പക്ഷെ നമുക്ക് മിഡിൽ ഈസ്റ്റിലാണ് വരുന്നതിനുള്ള തെളിവ് എന്താണ്? മിഡിൽ ഈസ്റ്റിലുള്ള അത് സൊറാസ്ട്രനിസം, ജുഡായിസം, ഇതൊക്കെ അതിന്റെ തെളിവാണ്. എഴുതപ്പെടുന്ന രേഖകളല്ലേ, എഴുതപ്പെട്ടതിന് ശേഷമുള്ള കാര്യങ്ങളല്ലേ താങ്കൾ പറയുന്നത്? ഓൾറൈറ്റ്. എന്നാ എന്റെ സഹോദരൻ ഇതിനെന്താ ഡിബേറ്റ് ചെയ്യാനുള്ള? എനിക്ക് അതാണ് ഞാൻ പറയുന്നത്, എനിക്കിത് മനസ്സിലാകുന്നില്ല.
എഴുത്ത് തുടങ്ങിയ കാലം തൊട്ട് വേറെ എവിടുന്നെങ്കിലും എഴുത്ത് കിട്ടിയിട്ടുണ്ടോ മോണോത്തേസത്തിനെ പറ്റി? ചൈനയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? സഹോദര, ഒന്നാമത് പിന്നെ ചൈനയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ, കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ, തിരുവനന്തപുരത്ത് കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ നിന്ന് ഒരു മിനിറ്റ് ആ. ഞാൻ പറയുന്നത് അതിന്റെ ആവശ്യമില്ല. നമ്മളിപ്പോ ഈ കൊതുകിനെ കൊല്ലാൻ AK-47 കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന പോലെ ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെയുള്ള എവിഡൻസുകളും സ്ക്രിപ്റ്റേഴ്സുകളും എടുത്തു വെച്ച് ഇങ്ങനെ പറഞ്ഞു തരാൻ അറിയാനിട്ടല്ല. പക്ഷെ ഒരിക്കലും തന്നെ കൊതുകിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആരും AK-47 കൊണ്ടുവരില്ല എന്ന് പറയുന്നത് പോലെ ഇവിടെ ഞങ്ങൾക്ക് ഇത്രേ ചെയ്യേണ്ടുള്ളൂ. മനുഷ്യൻ അടിസ്ഥാനപരമായി ഏകദൈവ വിശ്വാസിയാണെന്ന് തെളിയിക്കണം, അത്രേ ഉള്ളൂ. കാരണം മനുഷ്യൻ അടിസ്ഥാനപരമായി ഏകദൈവ വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ ഏത് കാലത്ത് ജനിക്കുന്ന മനുഷ്യനും ഏകദൈവ വിശ്വാസിയാണ്. ഏത് കാലത്തുള്ള ആദിമ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഏകദൈവ വിശ്വാസിയാണ്. ഞങ്ങളത് തെളിയിച്ചു കഴിഞ്ഞു. പിന്നെന്തിനാണ് അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ പോരെ, പിന്നെ അല്ലെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് പാസ്പോർട്ടിൽ ഇങ്ങനെ എഴുതിയതായിട്ടുള്ള തെളിവുണ്ടോ? നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരേ സാധനം തന്നെ വേണമെന്ന് പറയുന്നത്, അത് തരേണ്ട ആവശ്യമില്ല. നമ്മൾ ബുദ്ധി ഉപയോഗിക്കുന്ന ഒരു മനുഷ്യന് മനസ്സിലാകുന്ന തരത്തിലുള്ള എവിഡൻസ് കൊടുത്താൽ മതി. മനുഷ്യൻ ഏകദൈവ വിശ്വാസിയാണോ? ആണ്. ദാറ്റ്സ് ഓവർ. പിന്നെന്താ അല്ല, എനിക്കിവിടെ എന്താ മനസ്സിലായെന്ന് വെച്ചാല്, എനിക്കിവിടെ എന്താ മനസ്സിലാച്ചാല്, നമുക്ക് ഇൻറ്റ്യൂറ്റീവ്ലി നിങ്ങൾ പറഞ്ഞ് ഈ സ്റ്റഡീസ് ഒക്കെ ഒന്നാമത് എനിക്ക് വെരിഫൈ ചെയ്യാനുണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞ് ഇൻറ്റ്യൂറ്റീവ്ലി എല്ലാവരും വൺനെസ് ഓഫ് ഗോഡിനോട്ടാണ് പോകുന്നത്. പക്ഷേ ഈ മാത്രമല്ല ഈ സ്ക്രിപ്റ്റേഴ്സിന്റെ കാര്യം നേരത്തെ പറഞ്ഞ പോയിന്റ്, അതായത് സ്ക്രിപ്റ്റേഴ്സ് ഈ സൗരാഷ്ട്രീസം ഇവിടുന്ന് മാത്രമേ കിട്ടുന്നുള്ളൂ പറഞ്ഞല്ലോ. ഹിന്ദു സ്ക്രിപ്റ്റേഴ്സിൽ വൺനെസ് ഓഫ് ഗോഡിനെ കുറിച്ച് പറയുന്നില്ലേ? ഋഗ്വേദത്തിൽ പറയുന്നില്ലേ? ഉണ്ട് തോന്നുന്നു, ഞാൻ പഠിച്ചിട്ടില്ല. അതിന്റെ ഇടയിൽ ഒന്ന് ഷാവുലിനെ കണ്ടിന്യൂ ചെയ്തോളൂ. മിഡിൽ ഈസ്റ്റിന് പുറത്ത് മോണോത്തീസ് ഇല്ലാന്നോ അങ്ങനെന്തോ പറഞ്ഞിരുന്നു. അപ്പൊ ഋഗ്വേദ് അതൊന്ന് ശരിയാക്കി തരുമോ? അനോണിമസ്, സോറി, മിഡിൽ ഈസ്റ്റിന്റെ പുറത്ത് മോണോത്തീസം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഈ ഋഗ്വേദം നമ്മളിനി സൗദിയിലേക്ക് കൊണ്ടുകൊണ്ടുവരുമോ? ഇല്ലല്ല, അത് എന്റെ ഭാഗത്തുള്ള തെറ്റാ, ഞാൻ സമ്മതിച്ചു. അല്ലല്ല, ഇത് വെറും തെറ്റല്ലല്ലോ. ഇത് ഹൈ കോൺഫിഡൻസിൽ പറയണം. ഹൈ കോൺഫിഡൻസിൽ ചൈനയിലുണ്ടോ, ഭാരതത്തിലുണ്ടോ, തിരുവനന്തപുരത്തുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ ബ്രോ നിങ്ങൾക്ക് തന്നെ അറിയില്ല, ഇത് എല്ലായിടത്തും ഉണ്ട്. ഞാൻ സംസാരത്തിൽ ഉടനീളം പറഞ്ഞല്ലോ, എല്ലാ ഡോമിനന്റ് റിലീജിയസ് ഐഡിയോളജീസിലും അതിന്റെ സ്ക്രിപ്റ്റേഴ്സിലും ദർ ഈസ് ഓൺലി വൺ ഗോഡ് എന്നുള്ളത് ഉണ്ട്. പിന്നെ ഇത് എങ്ങനെ ഓക്കെ കണ്ടിന്യൂ ചെയ്തോളൂ. ഇനി എന്താ നോക്കാം. അല്ല, ഞാനൊന്ന് ആഡ് ചെയ്യട്ടെ. ഹലോ, ഇപ്പൊ നേറ്റീവ് അമേരിക്കൻസില് അതേപോലെ തന്നെ ഓസ്ട്രേലിയൻ അബോറിജിനൽസിലൊക്കെ നമ്മൾ പല സ്റ്റഡികൾ നടന്നിട്ടുണ്ട്. ആ സ്റ്റഡികളൊക്കെ നോക്കുമ്പോൾ അതിനകത്തും ഈ മോണോത്തിസ്റ്റിക് റിലീജിയൻ, ആ ഒരു മോണോത്തീസ് എന്ന് പറയുന്ന ആ ഒരു വിശ്വാസം നടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് സ്റ്റഡികൾ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നേരത്തെ ഓസ്ട്രേലിയ ഉണ്ടോ? ഞാനിപ്പോ ഓസ്ട്രേലിയയിലാണ് ജീവിക്കുന്നത്, കൊണ്ടാണ് പറയണത്, അത് എടുത്തു പറഞ്ഞത്. അപ്പൊ ഓസ്ട്രേലിയൻ അബോറിജിനൽസിലൊക്കെ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. അതിന് കാരണം അവർക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്, അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അവർ ഇസ്ലാമിലേക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ താങ്കളോട് പറഞ്ഞ കാര്യം ഇവിടെ ജുനൈദ്, ഇപ്പൊ ഇനിയുള്ള ചോദ്യം, മിഡിൽ ഈസ്റ്റിലും ഇന്ത്യയിലും ഓസ്ട്രേലിയയിലും അല്ലാതെ പിന്നെ ഉഗാണ്ടയിലെ ഗ്രാമത്തിലുണ്ടോ എന്നുള്ള അങ്ങനെ വല്ല തെളിവുണ്ടോ? മോണോത്തീസം ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവുണ്ടോ? അല്ല, അങ്ങനെ പോവുകയാണെങ്കിലേ ഇതിപ്പോ ഇതൊരു പ്രശ്നം എന്താ അറിയോ? ഇത് ഒന്നാമത് നമ്മൾ പറയുന്നത് ഷാവല് പറഞ്ഞ കാര്യം, നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇവിടെ നിങ്ങൾ ഇപ്പോ അന്വേഷിക്കുന്ന കാര്യത്തിന്റെ എവിഡൻസ്, താങ്കൾ എന്ത് എവിഡൻസ് ആണ് അന്വേഷിക്കുന്നത് എന്നാണ് ഇത്ര നേരം ചോദിച്ചുകൊണ്ടിരുന്നത്. ഒരു മോണോത്തിസ്റ്റിക് റിലീജിയന് അല്ലെ മോണോത്തീസം എന്ന് പറയുന്നതിൽ താങ്കൾ എന്ത് എവിഡൻസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, ഒരു കഥ പറയുകയാണെങ്കിൽ ഇപ്പൊ രാജാവ് ഒരു ഭടനോട് പറഞ്ഞു, ആരെങ്കിലും കൊട്ടാരത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു വജ്രക്കല്ലുമായിട്ട് വരുന്ന ആൾക്കാരെ മാത്രം നിങ്ങൾ കടത്തിവിട്ടാൽ മതി. അപ്പൊ രാജാവ് എക്സ്പെക്ട് ചെയ്യുന്നത് വജ്രക്കല്ലുമായി വരുന്ന ആളാണ് രാജാവ് എക്സ്പെക്ട് ചെയ്യുന്ന ആള് എന്നാണ് രാജാവിന്റെ മനസ്സിലുള്ളത്. അപ്പൊ വജ്രക്കല്ലാണ് എവിഡൻസ്. പക്ഷെ ഈ ഭടന് വജ്രക്കല്ല് എന്താണെന്ന് അറിയില്ല എന്ന് വിചാരിക്കുക, എന്തൊരു കാര്യമുണ്ടോ? അപ്പോൾ അവിടെ ആ ഒരു നിൽക്കുന്ന ആൾക്ക് അതിന് കൃത്യമായിട്ട് ആ എവിഡൻസ് എന്താണെന്ന് മനസ്സിലാവണം, പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അപ്പോൾ താങ്കളോട് ഇത്ര നേരം ചോദിച്ച ചോദ്യമാണ്, താങ്കൾ എന്ത് എവിഡൻസ് ആണ് താങ്കൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു മോണോത്തിസ്റ്റിക് റിലീജിയന്? ഒരു മോണോത്തിസം എന്ന് പറയുമ്പോൾ അത് എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? എന്തായാലും വിഗ്രഹങ്ങൾ ഉണ്ടാവൂല. ഓക്കെ, ഇനി അതൊക്കെ പോട്ടെ. ഇതിനു മുമ്പ് ഇവർ ഇത്ര നേരം പറഞ്ഞ കാര്യം എഴുത്തുള്ളതിന് മുമ്പുള്ള കാലഘട്ടം ഉണ്ടല്ലോ, എഴുത്തിന് ശേഷം മാത്രമല്ല മനുഷ്യന്മാരുണ്ടായിട്ടുള്ളത്, എഴുത്തിന് മുമ്പും മനുഷ്യന്മാരുണ്ടായിട്ടുണ്ട്. അപ്പൊ എഴുത്തിന് മുമ്പ് താങ്കൾ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? മനസ്സിന്റെ അകത്തുള്ള കാര്യം താങ്കൾ എങ്ങനെ കൊണ്ടുവരും? ഞങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യം അതാണ്. താങ്കളോട് അതേപോലെ ഷാനി പറഞ്ഞ കാര്യം എല്ലാ സമയത്തും ഒരേപോലെ എവിഡൻസ് എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. അതിന് എക്സാമ്പിൾ അദ്ദേഹം പറഞ്ഞത് ഒരു പൂച്ച ചത്തുപോയ കാര്യം പത്രത്തിൽ നോക്കിയിട്ട് കാര്യമില്ല, മനസ്സിലായോ?
അപ്പൊ താങ്കൾ ഇവിടെ ശരിക്കും താങ്കൾ ഇപ്പൊ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. എത്ര നേരം താങ്കൾ ഇതിലൊന്നും പറഞ്ഞിട്ടില്ല. ശരിക്കും താങ്കൾ പറയേണ്ടത് താങ്കൾ എന്ത് എവിഡൻസ് ആണ് താങ്കൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതേപോലെ താങ്കൾ വെച്ച ക്ലെയിമാണ് ലോകത്തിൽ വേറെ എവിടെയും മോണോത്തീസം കാണുന്നില്ല എന്നുള്ളത്. അത് ഞാൻ പിന്നെ എത്ര പറയാതിരുന്നാണ്. പിന്നെ ഷാവുൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എല്ലാ റിലീജിയസ് ടെക്സ്റ്റിലും അതിന്റെ ഭാഗങ്ങൾ കാണാൻ സാധിക്കും. ഈവൻ അബോറിജിനൽസിൽ പോലും, നേറ്റീവ് അമേരിക്കൻസിൽ പോലും, ആദിവാസി ഗോത്രങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള സ്റ്റഡികൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് താങ്കൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് താങ്കൾക്ക് കാണാൻ സാധിക്കും. അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ താങ്കൾ എവിഡൻസിന്റെ എന്താണ് താങ്കൾ ഇതിൽ പറഞ്ഞിട്ടില്ല എന്ന് ഒന്ന് മനസ്സിലാക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരേ എവിഡൻസ് എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെ എക്സ്പെക്ട് ചെയ്യാനും പാടില്ല. ഓക്കെ ഷാഹുല് ഒന്ന് പൂർത്തിയായിക്കോളും. അതിന്റെ ഇടയിൽ ഒന്ന് ജസ്റ്റ് ആ മിഡിൽ ഈസ്റ്റ് ഒരു 4-5 പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ടാണ് ഞാനന്ന് ഇടപെട്ടത്. മിഡിൽ ഈസ്റ്റിൽ മാത്രമാണ് മോണോത്തീസം ഉണ്ടായിരുന്നത് എന്നുള്ളത്. ഷാഹുല് കണ്ടിന്യൂ ചെയ്തോളൂ. അല്ല, പിന്നെ അതായിരുന്നു എനിക്ക് പറയാനുള്ള പോയിന്റ്. ഞാൻ പിന്നെ തിരിച്ച് റൂമിലേക്ക് കയറി. ഇനി ഒച്ച വെച്ചാൽ പ്രശ്നമാകും. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. അനോണിമസ് ഇനി എന്തെങ്കിലും ഉണ്ടോ? അടുത്ത ആളിലേക്ക് പോകാൻ തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞല്ലേ? അത് ഹലോ, താങ്ക് യു. ഹലോ, ഒരു മിനിറ്റ്. നമ്മള് ഒരുപാട് നേരം കാത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരതിൽ കഴിഞ്ഞിട്ട് എച്ചിലേക്ക് വരാം. അപ്പോ ഏകദേശം അനോണിമസ് വന്നിരുന്ന ഒരു കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മോണോത്തീസം എന്നുള്ളത് അല്ലെങ്കിൽ ദൈവവിശ്വാസം എന്നുള്ളത് ഇൻഡ്യൂറ്റീവ് ആണെങ്കിൽ എന്നുള്ള ഒരു കാര്യം വെച്ചിട്ടായിരുന്നു തുടങ്ങിയിരുന്നത്. അതിനോട് മിഷാല് പിന്നെ അതിനോടൊരു പ്രതികരണമായിട്ട് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പോളിത്തീസം അല്ലേ ആദ്യം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതിനുള്ള തെളിവുകളാണ് നമ്മൾ ചോദിച്ചത്. തെളിവുകളില്ല. എന്ത് തെളിവാണ് പിന്നെ മോണോത്തീസമാണ് ആദ്യം ഉണ്ടായിരുന്നത് എന്നുള്ളതിന് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചതിന് തെളിവില്ല. പിന്നെ സൈക്കോളജിക്കലായി പിന്നെ മനുഷ്യന്മാർ മോണോത്തീസ്റ്റിക് ആണ് എന്നുള്ളതിന്റെ തെളിവ് നമ്മൾ ഹാജരാക്കുകയും ചെയ്തു. അതിനും അപ്പുറത്തേക്ക് നമ്മൾ സ്ക്രിപ്റ്റേഴ്സിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ, അനോണിമസ് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം മിഡിൽ ഈസ്റ്റിൽ മാത്രമാണ് ഇതിനുള്ളത് എന്ന് ആവർത്തിച്ച് ചർച്ചയുടെ തുടക്കം മുതലേ പറയുന്നുണ്ട്. നമ്മളതിൽ വേറൊരു ചർച്ചയുടെ ഇടയിലായതുകൊണ്ടാണ് അതിൽ പെട്ടെന്ന് ഇടപെടാതിരുന്നത്. ഏകദേശം എല്ലാ സ്ക്രിപ്റ്റേഴ്സിലും എന്തുണ്ട്, മോണോത്തീസത്തിന്റെ കൃത്യമായ സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ആ ഏകദൈവം അവനെ പല പേരുകളിൽ ആളുകൾ വിളിക്കുന്നു. അതുപോലെ തന്നെ ആ കണ്ണുകളിൽ അവനെ കാണുകയില്ല, പിന്നെ അവൻ കണ്ണുകളെ കണ്ടെത്തുന്നു. അങ്ങനെയുള്ള ഒരുപാട്, അവന് പ്രതിമകളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പിന്നെ വാചകങ്ങൾ പലപ്പോഴും നമുക്ക് ഹിന്ദു സ്ക്രിപ്റ്റേഴ്സിൽ കാണാൻ സാധിക്കും. അങ്ങനെ എല്ലാ സ്ക്രിപ്റ്റേഴ്സിലും കാണുന്ന ഒരു കാര്യമാണ്. അത് വെച്ചിട്ടാണ്, അതേപോലെ തന്നെ ഇപ്പോൾ നേരത്തെ ജുനൈദ് പറഞ്ഞതുപോലെ ഈ ട്രൈബൽസിലും അതുപോലെ തന്നെ ഈ പിന്നെ അങ്ങനെയുള്ള ആദിവാസികളിലൊക്കെ നടത്തിയിട്ടുള്ള പഠനങ്ങൾ അവരിൽ ഒരു ഏകദൈവ വിശ്വാസത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള തെളിവുകൾ, അതുപോലെ തന്നെ ഈ ഹണ്ടർ ഗ്യാദേഴ്സിനെ കുറിച്ചുള്ള പഠനങ്ങൾ, ഇതിലൊക്കെ നമുക്ക് ഈ മോണോത്തീസം എന്നുള്ളത് കാണാൻ സാധിക്കും. എന്നിട്ട് അതിനോടൊക്കെ ഇതിൽ ബേസിക്കലി ഞാൻ മനസ്സിലാക്കുന്ന അനോണിമസിന് ഒരു വേൾഡ് വ്യൂ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഒരു മതരഹിതമായ ഒരു വേൾഡ് വ്യൂ ഉണ്ടാവും. അതിനെ എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ അതിനെതിരായിട്ട് വരുമ്പം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു റെസിസ്റ്റൻസ് മാത്രമാണ് മൂപ്പരുടെ സംസാരത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് കുറച്ചും കൂടി വിശാലമായി ചിന്തിക്കാനും ആലോചിക്കാനും ശ്രമിക്കണം എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ആ നിലക്ക് ഈ ഇന്നത്തെ ഒരു സംസാരത്തിൽ അവസാനം ഒരു മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടല്ലോ. അത് കൂടുതലായിട്ട് പിന്നെ അന്വേഷണങ്ങളിലേക്ക് നയിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ്